എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നൊന്നുമില്ലേ? എന്താ അവിടെ നിൽക്കുന്നേ? ആ, രവിവർമ്മയെ പേടിച്ച് രണ്ടുപേരും കൂടെ അകത്ത് കയറി കഥവും കൂട്ടി ഇരിപ്പാണല്ലേ? ഇല്ലല്ലില്ല, ബെല്ലടിച്ച ആള് വരാതായപ്പോ എനിക്കായി പേടി. വല്ല വെട്ട് കത്തിയോ കോടാലിയോ എന്താ പ്രയോഗിക്കുന്ന അറിയില്ലല്ലോ. പേടിക്കൊണ്ടൊന്നുമില്ല. വെരി ഗുഡ്. ഞാനിന്ന് രാവിലെ അറിഞ്ഞത്. എന്താ അസുഖം? ഒരു ചെറിയ പനി. അത്രേ ഉള്ളോ? അതെന്നെ, ചെറിയൊരു പനി വന്നാ മതി. പാവമുള്ള നാട്ടുകാർ മുഴുവൻ പേടിപ്പിച്ചോളേ. അവിടെ ഓഫീസിൽ നിന്ന് ബഹളമാണെന്നറിയാമോ? രവിവർമ്മയെ തേടിപ്പോയ പോലീസുകാരുടെയും പോലീസ് നായ്ക്കളുടെയും ഒക്കെ പിന്നാലെ അവറാച്ചൻ റിപ്പോർട്ടർമാരെ അയച്ചിരിക്കുക, കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട്. പോലീസുകാർ പിടികൂടും മുമ്പ് അവറാച്ച അയാളെ പിടികൂടുമെന്നാ തോന്നുന്നത്. ഇതിനിടയ്ക്ക് സെൻട്രൽ ജയിലിൽ നിന്ന് ആരും ഒരു റൂമർ അടിച്ചു വിട്ടു. അവരാണ് ഞാൻ തട്ടുവന്ന് രവിവർമ്മ ജയിലിൽ വെച്ച് പറഞ്ഞത്ര. മൂപ്പര് അന്ത്യകൂതാശയൊക്കെ സ്വീകരിച്ച് മരിക്കാൻ തയ്യാറായിരിപ്പാണ്. ഒരു കാര്യം പറഞ്ഞു. ഇതാ അതുകൊള്ളാം. ശശി പറഞ്ഞു വിട്ടതാണല്ലോ എന്ന് ഓർത്ത് ആ തോട്ടിക്കാരന്റെ മുറിയിൽ പോയി 1/2 മണിക്കൂർ കരഞ്ഞിട്ട് അവനൊന്ന് നിന്ന് വന്നത്. ഓ രവിശാസ്ത്രി. അജിത്, ഇവൾക്ക് 2 ദിവസം കൂടി ലീവ് വേണം. ആ വിവരം കൂടെ ഒന്ന് ഓഫീസിൽ പറഞ്ഞേക്കണേ. കണ്ടിട്ട് കാര്യമായ അസുഖമൊന്നും തോന്നുന്നില്ല, എന്നാലും ഭയങ്കര അസുഖമാണെന്ന് പറഞ്ഞേക്കാം. ഓക്കെ.